ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷൻ ഉണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിന്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അത്തരത്തിലുള്ള ഒരു ആലോചന നിലവിലില്ല. നമ്മൾ കേരള ആന്റി റാഗിംഗ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 3 and 4 പ്രകാരമുള്ള കുറ്റങ്ങളും അതുപോലെ സിമ്പിൾ ഹർട്ടിനുള്ള കുറ്റങ്ങളും എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് സീനിയേഴ്സ് പണം നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങി എന്നുള്ള വകുപ്പും ചേർത്തിട്ടാണ് നിലവിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനത്തെ നെഗ്ലിജൻസ് ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കും. കൂടുതൽ മൊഴിയെടുക്കലുകൾ ആവശ്യമുണ്ട്. കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. ഒരു വിദ്യാർത്ഥി നേരത്തെ ഏതോ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരുന്നു, സ്റ്റേറ്റ് തലത്തിലുള്ള നേതാവായിരുന്നു, ജനറൽ നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ, കൃത്യമായിട്ട് അസോസിയേഷന്റെ പേര് ലഭ്യമായിട്ടില്ല, നേരത്തെ നേതാവായിരുന്നു എന്നുള്ളൊരു വിവരം ലഭ്യമാണ്.